ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ആലപ്പുഴയിലെ അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട 5 പേര് അവിടെ ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച് തല പൊട്ടിച്ചത് നമ്മൾ കണ്ടു. അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, കേസെടുത്തില്ല. അവിടുത്തെ SP കൊടുത്തു, കേസെടുത്തില്ല. അവർ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് ഇപ്പം ആലപ്പുഴയിൽ അന്വേഷണം നടത്തുകയാണ്. ആ കേസിൻ്റെ അന്വേഷണത്തിൽ സത്യസന്ധമായി അവിടുത്തെ SHOയും അവിടുത്തെ SIമാരും കൃത്യമായ ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു, കേസ് ഡയറി എഴുതിയിരുന്നു. കാരണം പച്ചയ്ക്ക് അടിക്കുന്നത് നമ്മൾ കണ്ടു. ആ CCTV ദൃശ്യമുണ്ട്. അതിനെതിരായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ 5 പേര് അവരെ പ്രതിയാക്കിക്കൊണ്ട് തന്നെ ആ യൂത്ത് കോൺഗ്രസ്സുകാർ കൊടുത്ത കേസ് അതും സത്യസന്ധമായി അവർ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന, സർക്കാരിൻ്റെ എല്ലാത്തിനും ഒത്താശ ചെയ്ത് കൊടുക്കുന്ന, സത്യസന്ധനല്ലാത്ത ഒരു IPSകാരനാകാൻ യോഗ്യതയില്ലാത്ത ഒരു ADGP അജിത് കുമാർ, അയാൾ ആ കേസ് ഡയറിയുടെ രത്നച്ചുരുക്കവും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും മനസ്സിലാക്കിയപ്പം അവരെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി. അതിനുശേഷം സത്യവിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റും ആ 5 പേരെ അവരെ രക്ഷപ്പെടുത്തത്തക്ക രീതിയിൽ കേസ് ഡയറിയിൽ മാറ്റം വരുത്തി. അതിന് ADGPയുടെ അജിത് കുമാറിൻ്റെ ഓഫീസിലുള്ള 2 ഗ്രേഡ് SIമാരുണ്ട്. അവർ ഗിരീഷും ശ്രീകാന്തും. അവന്മാരാണ് ഈ കള്ളത്തരങ്ങളെല്ലാം കൂട്ടു നിൽക്കുന്നത്. ADGP പറഞ്ഞ പോലെ തന്നെ കേസ് ഡയറി അവർ തിരുത്തി എഴുതിച്ചു, അല്ലെങ്കിൽ തിരുത്തി എഴുതി. അതുമായിട്ട് ബന്ധപ്പെട്ട ആലപ്പുഴ DYSമാരെ വിളിച്ചു വരുത്തി. അവരതിന് ഒത്താശ ചെയ്ത് കൊടുത്തു. KP തോമസനും KS അരുണും സുനിൽ രാജ് എന്ന 3 DYSമാർ ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായി. ADGPയുടെ ഒപ്പം അദ്ദേഹം പറഞ്ഞ അനുസരിച്ചു. ഭരണഘടനാപരമായി നിയമവിരുദ്ധമായി നമ്മൾ നോക്കുമ്പോൾ നിയമവിരുദ്ധമായി ഒരു ADGPയോ DGPയോ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ പറയുന്നതൊന്നും അനുസരിക്കാൻ ഒരു പോലീസുകാരനും ധാർമ്മികമായ ഉത്തരവാദിത്തമില്ല. അവർ നിയമവിരുദ്ധമായി പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. ഒരു കേസ് ഡയറി സത്യസന്ധമായിട്ട് അതിനകത്ത് വെള്ളം ചേർത്ത് മാറ്റി എഴുതാൻ ഒരു നിർദ്ദേശം വന്നാൽ അതനുസരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരല്ല. ആലപ്പുഴയിലെ അവിടുത്തെ SHOയും അവിടുത്തെ 2 സബ് ഇൻസ്പെക്ടർമാരും കൃത്യമായി ആ യൂത്ത് കോൺഗ്രസ്സുകാരെ അവരെ പ്രതികളാക്കിക്കൊണ്ട് തന്നെ കേസ് ഡയറി എഴുതി. ആ കേസ് ഡയറി തിരുവനന്തപുരത്ത് വരുത്തിച്ചു. ADGP ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ അത് മാറ്റി എഴുതിച്ചു. അതിനുശേഷം അത് അങ്ങനെ കാണിച്ച് ബോധ്യപ്പെടുത്തി. ആ 5 ഗൺമാന്മാരെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവർ ഒരു ഡ്രാഫ്റ്റ് ചാർജ് തയ്യാറാക്കി കൊടുത്തയച്ചു. ഇതിനെതിരായിട്ടാണ് അവിടെ അടിയേറ്റ ഇപ്പം തോമസ് എന്ന് പറഞ്ഞ MLAയും അത് ജുവൽ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ആളും അവരുടെ പരാതിയിൽ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. അത് അന്വേഷിച്ചത് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് SB ആയിരുന്ന ഷൗക്കത്ത് അലി. അദ്ദേഹമാണ് അതേപ്പറ്റി അന്വേഷിച്ചത്. കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് 3 ദിവസത്തിനകം DGPയുടെ മുമ്പിൽ എത്തിച്ചു. രേവതാ ചന്ദ്രശേഖരൻ്റെ ഓഫീസിൽ അത് 3 ആഴ്ച പതുക്കി വെച്ചു. ആ റിപ്പോർട്ട് അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുത്ത് എത്തിയില്ല. അവിടുത്തെ ആരാണ് പതുക്കി വെച്ച 20-21 ദിവസം ആ ഫയൽ അവിടെ പൊടി തട്ടിക്കിടന്നു. അതിനകത്ത് 2 AIGമാർ അവിടെയുണ്ട്. അവിടുത്തെ സ്റ്റാഫിൽപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ 2-3 പേരുണ്ട്. ഇവരുടെ ഒരു സംഘമാണ് അത് പതുക്കി വെച്ചത്. അവർക്കെതിരായിട്ട് നടപടി വേണം. 21 ദിവസം എങ്ങനെയാണ് ഇത്ര ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉത്തരവനുസരിച്ച് 3 ദിവസം കൊണ്ട് അന്വേഷണം അതിലെന്താ സംഭവിച്ചതെന്നുള്ള ഷൗക്കത്ത് അലി കൃത്യമായിട്ട് എഴുതി സമർപ്പിച്ച റിപ്പോർട്ട് DGPയുടെ ഓഫീസിലെ
ഒളിച്ചു വച്ചു, പതുക്കി വെച്ചു. 20-ാം തീയതി അവിടെ ഇപ്പോഴത്തെ ഫയർഫോഴ്സ് ഡയറക്ടർ റിട്ടയർ ചെയ്യുന്ന ഒഴിവിലേക്ക് ഒരു DGPയുടെ ചാൻസ്, അത് ഏറ്റവും സീനിയറായ അത് അജിത് കുമാറിന് തന്നെ ലഭിക്കുമെന്നാണ് കരുതിയിരുന്നത്. അതിലേക്കുള്ള സ്ക്രീനിങ് കമ്മിറ്റികൾ കൂടി കഴിഞ്ഞ 20-ാം തീയതി ഇദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്തോ ഇല്ലയോ എന്നറിയില്ല. അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ഇനിയും പുറത്തു വരണം. പക്ഷേ അത് പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും 20-ാം തീയതിയിൽ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ ലഭിച്ചോ ഇല്ലെന്ന് നമ്മൾ അറിയത്തില്ല. ADGPയെ സസ്പെൻഡ് ചെയ്യുന്നുള്ള വാർത്തകൾ വന്നു. അദ്ദേഹം DGP ആയോ ഇല്ലയോ എന്നറിയത്തില്ല. 1-ാം തീയതി മുതൽ ഫയർഫോഴ്സ് ഡയറക്ടർ 31-ാം തീയതി റിട്ടയർ ചെയ്യുന്ന സ്ഥലത്ത് 1-ാം തീയതി പുതിയ DGP വരും. അപ്പോൾ ഇദ്ദേഹത്തിന് ചാൻസ് ഇല്ലെങ്കിൽ അവിടെ ശ്രീജിത്ത് DGP ആയിട്ട് അദ്ദേഹത്തിനെ പ്രതിഷ്ഠിക്കണം. പക്ഷേ ആഭ്യന്തര വകുപ്പും കേരള ഗവൺമെൻറ്റും എന്തിനാണ് അനാവശ്യമായിട്ട് അജിത് കുമാറിനെ ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം കാണിച്ച കള്ളത്തരത്തിന് ഒരു FIR എടുക്കണ്ടേ? അത് ഇതുവരെ എന്താണ് തയ്യാറാകാത്തത്? കാരണം അദ്ദേഹം കാണിച്ചത് മാനിപ്പുലേഷൻ അല്ലേ? കാരണം അത് BNS കുറ്റകരമല്ലേ? ഒരാളെ കള്ളത്തെളിവുകൾ ചേർത്ത് കേസ് ഡയറി എഴുതി സത്യത്തിന് വിരുദ്ധമായിട്ട് എഴുതിയെങ്കിൽ അതിന് FIR എടുക്കണ്ടേ? അജിത് കുമാറിനും ആ 3 DYSPമാർക്കും ആ ADGP ഓഫീസിലുള്ള ആ 2 SIമാർക്കും എതിരായിട്ട് അടിയന്തരമായിട്ട് FIR എടുക്കണം. ആലപ്പുഴ കൊടുത്ത ആ കുട്ടികളെ, ആ 2 പേരെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയതിനുള്ള കേസാണ്. അതല്ല, പെർഫങ്ചറി ഇൻവെസ്റ്റിഗേഷനാണ്. കള്ളമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് വേറെ ഒഫൻസാണ്. അത് തിരുവനന്തപുരത്ത് വെച്ചാണ് അത് തിരുത്തിയത്. തിരുവനന്തപുരത്ത് തന്നെയാണ് ആ കേസ് എടുക്കേണ്ടത്. തിരുവനന്തപുരം ആ ADGPയുടെ ഓഫീസ് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. ആ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ തന്നെ അടുത്ത FIR എടുക്കണം. ADGPക്കെതിരായിട്ടും 3 DYSPമാർക്കെതിരായിട്ടും. ഗിരീഷ് ശ്രീകാന്ത് എന്ന 2 ഗ്രേഡ് SIമാർ അവിടെയുണ്ട്. ആ മഹാന്മാർക്കും എതിരായിട്ട് കേസ് അടിയന്തരമായിട്ട് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് എടുക്കേണ്ടത്. അത് എടുത്ത് ആ ഒരു കേസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. കാരണം ADGP അദ്ദേഹം പല ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയൊക്കെ പോട്ടെ, അദ്ദേഹത്തിന് ചെയ്ത കുറ്റങ്ങൾ അവിടെ വെളിപ്പെടുത്തണമല്ലോ, അതിന് റെക്കോർഡ് വേണമല്ലോ. അതുകൊണ്ട് ഈ കാര്യം അടിയന്തരമായി KSUവിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കണം. അടുത്ത കേസ് FIR എടുക്കണം. ആ ആലപ്പുഴ പരാതി കൊടുത്ത 2 പേരല്ല ഇതിനകത്ത് ആവശ്യം. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ആർക്കോ ആണെങ്കിലും അല്ലെങ്കിൽ പബ്ലിക്കിന് ആർക്ക് വേണേലും ഈ മാനിപ്പുലേഷൻ ഓഫ് പെർഫങ്ചറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി കേസ് ഡയറി എഴുതിയത് കുറ്റകരമാണ്. 3 വർഷം വരെ ശിക്ഷ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സംഭവത്തിന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ, കാരണം ADGPയുടെ ഓഫീസ് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായതുകൊണ്ട് SIP ക്യാമ്പസിലായതുകൊണ്ട് അവിടെ അടിയന്തരമായിട്ടൊരു FIR എടുത്തിട്ട് ഇവരെ ഇത്രയും പേരെ ഈ ADGPയും 3 DYSP 6 പേരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.